ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് എങ്ങനെയാണ് നമ്മുടെ ഇന്തോനേഷ്യൻ സെർവറിലേക്ക് മാറ്റാൻ പറ്റുക എന്ന് നോക്കിയാലോ, അല്ലെങ്കിൽ ഇന്തോനേഷ്യൻ സെർവറിലേക്ക് പുതിയ അക്കൗണ്ട് എടുക്കാം എങ്ങനെയാണെന്ന് നോക്കിയാലോ? വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയറും കൂടി ചെയ്യുക. എന്നിട്ട് ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലെ നല്ല കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുറേ സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഇന്തോനേഷ്യൻ സെർവറിലേക്ക് ഈ അക്കൗണ്ട് മാറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്തോനേഷ്യൻ സെർവറിലേക്ക് അക്കൗണ്ട് എടുക്കുന്നത് എന്നൊക്കെ. ഇന്തോനേഷ്യൻ സെർവറിലേക്ക് വന്നാൽ പണ്ടത്തെ ഗോൾഡ് റോയൽ, പണ്ടത്തെ ഇൻക്യുബേറ്റർ, പിന്നെ ഗ്ലൈഡറുകൾ, അങ്ങനെ കുറേ അധികം പണ്ടത്തെ ഫീച്ചേഴ്സ് ഇപ്പോഴും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്തോനേഷ്യൻ സെർവറിനെ പ്രിഫർ ചെയ്യുന്നത് കളിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ സെർവറിൽ നിന്ന് ഇന്തോനേഷ്യൻ സെർവറിലേക്ക് വരൂ, അല്ലെങ്കിൽ ഇന്ത്യൻ സെർവറിൽ തുടർന്ന് കളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രീ ഫയറിൽ ലാംഗ്വേജ് ബേസിക് സെറ്റിംഗ്സിൽ പോയിട്ട് ഏറ്റവും അടിയിലത്തെ സെക്ഷൻ എടുക്കുക. അതിനകത്ത് ലാംഗ്വേജസ് എന്ന ഓപ്ഷൻ കാണും. അതിനകത്ത് നമ്മൾ ലാംഗ്വേജ് ക്ലിക്ക് ചെയ്തിട്ട് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രീ ഫയർ ലോഗ് ഔട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആപ്പ് മിനിമൈസിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും FFനായിട്ട് കയറാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്തോനേഷ്യൻ ലാംഗ്വേജ് കൺഫേം ആക്കിയിട്ട് മാത്രം നമ്മൾ ഈ ഫ്രീ ഫയർ ലോഗ് ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ഇന്തോനേഷ്യൻ സെർവർ ക്രിയേറ്റ് ആകുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫ്രീ ഫയർ ഫുൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ചെയ്തിട്ട് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് വെച്ച് ക്രിയേറ്റ് ചെയ്യുക അക്കൗണ്ട്. അതായത് ഫ്രീ ഫയറിലേക്ക് ആരും ഒരു ലോഗിൻ അക്കൗണ്ട് ഇല്ലാത്ത ഒരു ജിമെയിൽ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഫ്രീ ഫയറിൽ വരുന്ന പോലെ നെയിമും കാര്യങ്ങളുമൊക്കെ അടിച്ചു കൊടുക്കാൻ പറയും. അതൊക്കെ അടിച്ചു കൊടുത്തിട്ട് എല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കും. ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതായത് ഇന്ത്യൻ അക്കൗണ്ട് വേണോ സിംഗപ്പൂർ അക്കൗണ്ട് വേണോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയെ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം അടിക്കുക. ആദ്യത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ നോക്കാം. ലാംഗ്വേജ് സെക്ഷനിൽ നിങ്ങൾക്ക് ഹിന്ദി മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്തോനേഷ്യൻ VPN ഡൗൺലോഡ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ഇന്തോനേഷ്യൻ VPN ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ആ ലാംഗ്വേജിന്റെ സെക്ഷനിൽ ഹിന്ദി മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇന്തോനേഷ്യൻ VPN ഡൗൺലോഡ് ചെയ്യുക. വേണമെങ്കിൽ ഞാൻ ഇന്തോനേഷ്യൻ VPN ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ ഇന്തോനേഷ്യൻ VPN കണക്ട് ആക്കിയിട്ട് മാത്രം അക്കൗണ്ട് ലോഗിൻ ചെയ്യാവൂ. അങ്ങനെയല്ലെങ്കിൽ വർക്കാകില്ല. എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഫ്രീ ഫയർ ഫുൾ ക്ലോസ് ചെയ്തിട്ട് നേരെ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മോട് ചോദിക്കും ഇന്ത്യൻ സെർവറാണോ ഇന്തോനേഷ്യൻ സെർവറാണോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്തോനേഷ്യയെ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇന്തോനേഷ്യൻ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാം ക്ലിയർ ആയോ? വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. അപ്പോൾ ഇന്തോനേഷ്യൻ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒപ്പം കളിക്കാൻ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ ഐഡിയും കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവിടുന്ന് എനിക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ലൈവ് പോവുകയും റാങ്ക് പുഷ് ചെയ്യുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.